ചാനൽ. ഇന്നത്തെ വീഡിയോ എന്തെന്ന് പറഞ്ഞാൽ നമ്മൾ ബാലരാമ എടുത്ത ഒരു ഹിഡൻ അമ്പലത്താണ് എത്തിയിരിക്കുന്നത്. ഇത് എരുത്താപൂർ എന്ന് പറയുന്ന ഒരു അമ്പലമാണ്. അപ്പോൾ ആ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത്. കല്ല ചുറ്റിലും മലയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ. ഗൈസ്, ബസ്സിൽ ബാലരാമപുരം ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഒരു ഓട്ടോറിക്ഷ പിടിച്ചിട്ടാണ് നമ്മൾ ഈ സ്ഥലത്ത് എത്തിയിട്ടുള്ളത്. അവിടെ നമുക്ക് ഓട്ടോറിക്ഷക്കാരടുത്ത് ഈ ലൊക്കേഷൻ കാണിച്ചാൽ അവിടെ എത്തുന്നതായിരിക്കും. അപ്പോൾ ഗൈസ്, ഈ അമ്പലം വരുന്നത് ഈ മല മുകളിലാണ്. അപ്പോൾ ഗൈസ്, ഇതുപോലത്തെ വഴി കൂടെ വേണം നമുക്ക് പോകാൻ. ഇവിടെ 423 സ്റ്റെപ്സ് കൊടുത്തിട്ടുണ്ട്. അത് ഇവിടുത്തെ ഭക്തജനങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. ഓരോ സ്റ്റെപ്പും ഓരോ ആൾക്കാരാണ് കൊടുത്തിട്ടുള്ളത്. അല്ല ഗൈസ്, ഓരോ ആൾക്കാരുടെ പേര് ഓരോ സ്റ്റെപ്പിൽ അവിടെ എഴുതിയിട്ടുണ്ട്. നമ്മൾ പോകുന്ന വഴി ഫുള്ളും ഇതുപോലത്തെ കാടും അതുപോലെ തന്നെ മലയും കാര്യങ്ങളൊക്കെയാണ്. ഷോപ്പായിട്ട് ഇത് ഒരെണ്ണം മാത്രമേ ഇവിടെ ഉള്ളൂ. താഴെ വേണം ബാക്കി ഷോപ്സൊക്കെ ഉള്ളത്. 423 സ്റ്റെപ്പാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കയറാൻ പറ്റി. ആർക്ക് വേണമെങ്കിലും ഇവിടെ വരാം. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ ലൊക്കേഷൻ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ആംബിയൻസ് ആണ് ഇവിടെ. നമുക്ക് നടന്നു പോകുമ്പോൾ തന്നെ നമുക്ക് ആ ഫീൽ നമുക്ക് അവിടെ അറിയാൻ പറ്റും. ഈ സ്ഥലത്ത് വേറെ വന്യമൃഗ ശല്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇവിടെ വരാം. ഇവിടുത്തെ ടൈമിംഗ് എന്ന് പറയുമ്പോൾ രാവിലെ 5 മണി തൊട്ട് 11 മണി വരെയാണ്. അതുപോലെ ഈവനിങ്ങും 5 മണി തൊട്ട് 7 മണി വരെയാണ്. നമുക്ക് പീസ്ഫുള്ളായിട്ട് വന്നു പോകാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണിത്. നാനൂറ്റി 423 സ്റ്റെപ്പ് കയറി നമ്മൾ അമ്പലത്തിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. ഗൈസ്, ഇതാണ് ആ അമ്പലം. നല്ലൊരു ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണിത്. ഇവിടെ നിന്നും കൊണ്ട് നമുക്ക് ഫുൾ വ്യൂ ഇതുപോലെ കാണാൻ പറ്റും. ഗൈസ്, ഇവിടെ നിന്ന് നോക്കിയപ്പോൾ അവിടെ മാത്രമായിട്ടാണ് നമുക്ക് വീടുകൾ കണ്ടത്. ബാക്കി ഒരിടത്തും വീടുകൾ അധികം കാണുന്നില്ല. അമ്പലത്തിൻ്റെ അകത്ത് അധികം ഞാൻ വീഡിയോ എടുത്തില്ല. നല്ലൊരു ആംബിയൻസ് ആണ് നമുക്ക് ഇവിടെ നിന്നപ്പോൾ കിട്ടിയത്. ഗൈസ്, ആർക്കെങ്കിലും വരാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ ലൊക്കേഷൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. വെയിലില്ലാത്തൊരു സമയമായതുകൊണ്ട് അധികം ടയേർഡായില്ല. ഇത്രയും സ്റ്റെപ്പ് കയറിയിട്ടും 423 സ്റ്റെപ്പ് ഉണ്ടെങ്കിലും പെട്ടെന്നാണ് അമ്പലത്തിൻ്റെ അടുത്തെത്തിയത്. അമ്പലത്തിൽ പോയ ശേഷം ഞാൻ തിരിച്ച് താഴോട്ട് ഇറങ്ങുകയാണ്. ഗൈസ്, ഇവിടെ ഒരു നല്ലൊരു ആംബിയൻസ് ഉണ്ട്. ഫുള്ളും ചുറ്റും മലയും അതുപോലെ തന്നെ മൊത്തം കാടും ഒക്കെ ആയിട്ടാണ് ഉള്ളത്. നിങ്ങൾക്ക് ഇവിടെ വരണമെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലൊക്കേഷൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. കയറി ഒന്ന് ചെക്ക് ചെയ്തിട്ട് വരാവുന്നതാണ്. അപ്പോൾ ഗൈസ്, ഇവിടെ ആർക്ക് വേണമെങ്കിലും സ്റ്റെപ്പിൽ കയറാം. അങ്ങനെ അത്ര വലിയ ഹാർഡായിട്ടുള്ള സ്റ്റെപ്പൊന്നുമല്ല. അപ്പോൾ ഗൈസ്, മറ്റൊരു കിടിലൻ വീഡിയോ കാണുന്നതായിരിക്കും. ഗുഡ് ബൈ.